ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 14-ാം അധ്യായം ഗുണത്രയ വിഭാഗയോഗം തുടരുന്നു. വാസനാപ്രപഞ്ചം അഥവാ പ്രകൃതി ത്രിഗുണങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ ഗുണത്രയത്തെ പ്രപഞ്ചത്തിന് കാരണമായ മായ എന്ന് വേദാന്തത്തിൽ പറയുന്നതായി നാം കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. സമഷ്ടിയിൽ മായ എന്ന് പറയുന്നതാണ് വ്യഷ്ടിയിൽ അവിദ്യയായി കാണുന്നത്. വ്യഷ്ടി ജീവൻ അവിദ്യയുടെ നിയന്ത്രണത്തിലാണ് എന്നർത്ഥം. മായ ഈശ്വരൻ്റെ അധീനത്തിലുമാണ്. ഭഗവാൻ വീണ്ടും തുടരുന്നു. 4-ാമത്തെ ശ്ലോകം. സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തി യാ താസാം ബ്രഹ്മമഹദ്യോനിർ അഹം ബീജപ്രദപിതാ. വ്യാഖ്യാനം. കൗന്ദേയ, ഹേ അർജുന, സർവയോനിഷു എല്ലാ യോനികളിലും, ദേവ മനുഷ്യ മൃഗാദി സകല യോനികളിലും, യാ ഏതെല്ലാം, മൂർത്തയ ശരീരങ്ങൾ, സംഭവന്തി ഉണ്ടാകുന്നുവോ, താസാം അവയ്ക്ക് ആ ശരീരങ്ങൾക്ക്, മഹത് മഹത്തായ, ബ്രഹ്മപ്രകൃതി അല്ലെങ്കിൽ മായ, യോനിഹി ഉൽപ്പത്തിസ്ഥാനവും, അഹം ഞാൻ പരമാത്മാവ്, ബീജപ്രദ ബീജദാതാവായ, പിതാച പിതാവും ആകുന്നു. ഹേ കുന്തിപുത്ര, എല്ലാ ഉദ്ഭവസ്ഥാനങ്ങളിൽ നിന്നും ഏതെല്ലാം മൂർത്തിരൂപങ്ങൾ ഉത്ഭവിക്കുന്നുവോ അവയുടെയെല്ലാം അമ്മ ആ മായാശക്തിയാണ്, മഹത്തായ പ്രകൃതിയാണ്. ബീജദാതാവായ പിതാവ് ഞാനാകുന്നു. ദേവന്മാർ, പിതൃക്കൾ, മനുഷ്യർ, പക്ഷിമൃഗാദികൾ തുടങ്ങി സർവഗർഭാശയങ്ങളിലും ശരീരത്തിൻ്റെ അവയവങ്ങൾ ചേർന്ന് ഏതെല്ലാം രൂപങ്ങൾ ജനിക്കുന്നുവോ അവയുടെയെല്ലാം ഉദ്ഭവസ്ഥാനം ഗർഭാശയം പ്രകൃതിയാണ്. ബീജം പ്രദാനം ചെയ്യുന്നത് ഈശ്വരനും. ജീവലോകത്ത് നിമിഷം തോറും അസംഖ്യം ജീവികൾ ഉണ്ടാവുകയും നിലനിൽക്കുകയും നശിക്കുകയും പുതുതായി വീണ്ടും ഉണ്ടാവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എവിടെയായാലും ഒരു ജീവിയുടെ ജനനം എന്ന് പറയുന്നത് ജഡമാകുന്ന ഉപാധിയിൽ ചൈതന്യം പ്രകാശമാനമാകുന്നതിനെയാണ്. ചൈതന്യസ്ഫുരണമില്ലെങ്കിൽ ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ ചേർന്ന ഉപകരണം കുറേ ധാതുപദാർത്ഥങ്ങളുടെ കൂട്ടം മാത്രമാണ്. എന്നാൽ ഈ പ്രകൃതി ഇല്ലാതെ ചൈതന്യത്തിന് പ്രകടമാകാനും കഴിയില്ല. പ്രകൃതിയിൽ ബീജാധാനം ചെയ്യുന്ന വിശ്വപിതാവാണ് ഞാൻ എന്ന് ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപരാപ്രകൃതിയാകുന്ന മാതാവും പരാപ്രകൃതിയാകുന്ന ചൈതന്യവും അഥവാ ബീജവും പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ചേരുന്നു. അങ്ങനെ സ്ഥാവര ജംഗമാത്മകമായ സകല രൂപങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. ഏതെല്ലാം യോനികളിൽ നിന്ന് ഏതെല്ലാം ശരീരങ്ങൾ ഉത്ഭവിക്കുന്നുവോ അവയുടെയൊക്കെയും ഉൽപ്പത്തിക്രമം ഈ വിധത്തിൽ തന്നെയാണ്. ഇങ്ങനെ ശരീരമെടുക്കുന്ന ശരീരികൾക്ക്, നമുക്കെല്ലാവർക്കും, ജീവാത്മാവിനും നമ്മുടെ ശരീരത്തിനും തമ്മിൽ ബന്ധമുള്ളതായി ഒരു തോന്നൽ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എങ്കിൽ ബന്ധരൂപമായ ഈ തോന്നൽ എങ്ങനെ ഉണ്ടായി? ഈ സന്ദേഹം പരിഹരിക്കാനായി ഭഗവാൻ വിശദീകരണം തുടങ്ങുന്നു. അടുത്ത ശ്ലോകം നോക്കാം. 5-ാമത്തെ ശ്ലോകം. സത്വം രജസ്തമയിതി ഗുണാ പ്രകൃതി സംഭവാ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. മഹാബാഹോ, ഹേ വീരാത്മാവേ, സത്വം രജസ് തമസ് ഇതി ഇങ്ങനെ പ്രകൃതി സംഭവാഹ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ, അവ്യയം നാശരഹിതനായ, ദേഹിനം ജീവാത്മാവിനെ, ദേഹേ ശരീരത്തിൽ, നിബധ്നന്തി നിബന്ധിക്കുന്നു. ഹേ മഹാബാഹുവായ അർജുന, സത്വം രജസ് തമസ് എന്നീ പ്രകൃതിജങ്ങളായ ഗുണങ്ങൾ നാശമില്ലാത്ത ജീവാത്മാവിനെ ദേഹത്തിൽ ബന്ധിച്ചു കളയുന്നു. ദേഹത്തിലുള്ള കെട്ട് ദേഹം ഞാനാകുന്നു എന്ന അഭിമാനമാണ്. ഗുണശബ്ദത്തിന് കയറ് എന്നൊരർത്ഥം കൂടിയുണ്ട്. ദേഹിയെ അല്ലെങ്കിൽ ജീവാത്മാവിനെ
ദേഹത്തോട് ബന്ധിക്കുന്നത് ഈ കയറാണ് അഥവാ ഗുണങ്ങളാണ്. സ്ഥാവര ജംഗമ രൂപങ്ങളിലുള്ള പ്രപഞ്ച വ്യക്തികൾ ഓരോന്നും സംഭവിക്കുമ്പോൾ തന്നെ അവയിൽ പ്രകൃതിജങ്ങളായ ഈ ഗുണങ്ങളും സംക്രമിക്കുന്നുണ്ട്. ജീവാത്മാവിനെ കർമ്മഫലം അനുഭവിച്ച് തീരുന്നതുവരെ ശരീരത്തിൽ ബന്ധിച്ച് നിർത്തുന്നതും ഈ ത്രിഗുണങ്ങളാണ്. അത് ജീവനെ മോഹിപ്പിക്കുന്നു. യാതനകളുള്ള ജനനമരണ പ്രവാഹരൂപമായ ഈ സംസാരത്തിൽ ഞാൻ ബന്ധിതനാണ് എന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. സ്വതന്ത്രനായ ജീവന് ഞാൻ പരിമിതനാണ് എന്ന തോന്നൽ ഉണ്ടാവുന്നു. സത്വം, രജസ്, തമസ് എന്നിവയാണ് ആ 3 ഗുണങ്ങൾ. മുക്തി സാധനങ്ങളിൽ സത്വഗുണത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് അതിനെ ആദ്യം പറയുന്നു. സകല പ്രവൃത്തികൾക്കും രജസ് കാരണമായതുകൊണ്ട് രജോ ഗുണത്തെ രണ്ടാമതായി നിർദ്ദേശിക്കുന്നു. നിദ്ര, ആലസ്യം തുടങ്ങിയ അധമ സ്വഭാവം ഇരിക്കുന്നത് നിമിത്തം തമോ ഗുണത്തെ ഒടുവിലും ഉപദേശിക്കുന്നു. പൂർണ്ണമായ പരിശുദ്ധിയും പ്രകാശവുമാണ് സത്വഗുണത്തിൻ്റെ ലക്ഷണം. രജസ് ചുവപ്പു നിറമായും തമസ് കറുപ്പ് അഥവാ ഇരുട്ടിനോട് ബന്ധപ്പെടുത്തിയും പറയുന്നു. ഈ 3 ഗുണങ്ങളും മനസ്സിനെ സ്വാധീനിക്കുന്നു. മാറിവരുന്ന പരിതസ്ഥിതികളിൽ മനുഷ്യ മനസ്സ് പലതരത്തിൽ പ്രതികരിക്കുന്നത് ഈ ഗുണങ്ങളുടെ മാറി മാറി വരുന്ന സ്വാധീന ശക്തി കൊണ്ടാണ്. എന്നാൽ മനസ്സിൻ്റെ വിക്ഷേപങ്ങൾക്കൊന്നും തന്നെ അവിനാശിയായ സർവവ്യാപിയായ ചൈതന്യത്തെ മലിനപ്പെടുത്താൻ ആവുകയുമില്ല. എങ്കിലും ജീവൻ ശരീരവുമായി തന്മയീഭവിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തനിക്കുണ്ടാകുന്ന മാറ്റങ്ങളായി കരുതുന്നു. ത്രിഗുണങ്ങളുടെ വിളയാട്ടം മൂലമാണ് നമ്മിൽ ഓരോരുത്തരിലും ഈ വിഭ്രാന്തി നിലനിൽക്കുന്നത്. ഗുണങ്ങളുടെ ബന്ധനമുള്ള കാലത്തോളം ഈ മായാവിഭ്രമം തുടർന്നുകൊണ്ടുമിരിക്കും. അടുത്ത ശ്ലോകം മുതൽ ഈ 3 ഗുണങ്ങളുടെയും ലക്ഷണവും അത് എങ്ങനെ ദേഹിയെ ബന്ധനസ്ഥനാക്കുന്നുവെന്നും പറയുകയാണ്. ആദ്യം സത്വഗുണത്തെക്കുറിച്ച് പറയുന്ന 6ാമത്തെ ശ്ലോകം. തത്ര സത്വം നിർമ്മലത്വാദ് പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. അനഘ, അല്ലയോ വിശുദ്ധാത്മാവേ, തത്ര അവയിൽ അല്ലെങ്കിൽ ആ ത്രിഗുണങ്ങളിൽ നിർമ്മലത്വാദ് നിർമ്മലത്വം കൊണ്ട് പ്രകാശകം പ്രകാശകവും അനാമയം നിരുപദ്രവവുമായ സത്വം സത്വഗുണം സുഖസംഗേന സുഖസംഗം കൊണ്ടും ജ്ഞാനസംഗേന ച ജ്ഞാനസംഗം കൊണ്ടും ദേഹിനം നിബധ്നാതി ജീവാത്മാവിനെ നിബന്ധിക്കുന്നു. പാപരഹിതനായ ഹേ അർജുന, ത്രിഗുണങ്ങളിൽ വെച്ച് സത്വഗുണം അത്യന്തം സ്വച്ഛമാകയാൽ വസ്തുക്കളെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ളതും ദുഃഖസംബന്ധം ഇല്ലാത്തതുമാണ്. അത് ജ്ഞാനത്തിലും സുഖാനുഭവത്തിലും ആശയുണ്ടാക്കി ദേഹിയെ കെട്ടിയിടുന്നു. സത്വഗുണം വിചാരങ്ങളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ നിർമ്മലത്വം കൊണ്ട് മനസ്സ് അചഞ്ചലമായി തെളിഞ്ഞു നിൽക്കും. അങ്ങനെ ആത്മചൈതന്യത്തെ നന്നായി പ്രതിഫലിക്കുന്നതായി തീരുകയും ചെയ്യും. രജസിൻ്റെ മാലിന്യമോ തമസിൻ്റെ മങ്ങലോ അതിലുണ്ടാവില്ല. എന്നാൽ ഈ സത്വഗുണവും ജീവനെ ജഡവുമായി ബന്ധിക്കുന്നതാണ്. സുഖസംഗം കൊണ്ടും ജ്ഞാനസംഗം കൊണ്ടുമാണ് ഈ ബന്ധനം. അതായത് ഞാൻ സുഖിയാണ്, ഞാൻ ജ്ഞാനിയാണ് എന്നിങ്ങനെയൊക്കെയുള്ള തോന്നലുണ്ടാവുന്നു. ആത്മാവിൽ നിന്നും അന്യമായ സുഖത്തോടും അറിവിനോടും എല്ലാം ആത്മാവിനെ ബന്ധിക്കുകയാണ് സത്വഗുണത്തിൻ്റെ സ്വഭാവം. അടുത്തതായി രജോ ഗുണത്തിൻ്റെ ലക്ഷണവും ബന്ധസ്വഭാവവും ഉപദേശിക്കുന്നു 7ാമത്തെ ശ്ലോകത്തിൽ. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധ്നാതി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. കൗന്ദേയ, ഹേ അർജുന, രജഃ രജോ ഗുണം രാഗാത്മകം രാഗസ്വരൂപവും തൃഷ്ണാസംഗസമുദ്ഭവം തൃഷ്ണയിലും സംഘത്തിലും നിന്നും ഉണ്ടായതുമാണെന്ന് വിദ്ധി നീ മനസ്സിലാക്കണം. തത് അത് രജോ ഗുണം കർമ്മസംഗേന കർമ്മസംഗം കൊണ്ട് ദേഹിനം ആത്മാവിനെ ബധ്നാതി ബന്ധിക്കുന്നു.
ഹേ അർജുന, രജസ് രാഗസ്വരൂപമാണെന്നും തൃഷ്ണയെയും സംഗത്തെയും ഉണ്ടാക്കുന്നതാണെന്നും നീ അറിയുക. അത് കർമ്മത്തിലുള്ള ആസക്തിയാൽ ജീവനെ ബന്ധിക്കുന്നു. രജോ ഗുണത്തിൻ്റെ സ്വരൂപം രാഗമാണ്. ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം മുതലായ വിഷയങ്ങളിൽ ചേർന്ന് നിൽക്കുന്നതാണ് അതിൻ്റെ സ്വഭാവം. വിഷയങ്ങളിൽ മനസ്സ് രഞ്ജിക്കുന്നു, വിഷയാസക്തി ഉണ്ടാകുന്നു എന്നർത്ഥം. തൃഷ്ണ അഥവാ ആഗ്രഹത്തിൽ നിന്നും സംഗത്തിൽ നിന്നുമാണ് രജോ ഗുണം ഉണ്ടാകുന്നത്. കിട്ടാത്തത് കിട്ടണം എന്നത് തൃഷ്ണയുടെ സ്വഭാവം. കിട്ടിയത് വിട്ടു പോവരുത് എന്നത് സംഘം. ചിലർ സംഘം എന്നതിനെ ആസംഗം എന്നും വ്യാഖ്യാനിക്കുന്നുണ്ട്. ആസംഗം എന്നാൽ കിട്ടിയതിലുള്ള പ്രീതി എന്നർത്ഥം വരും. ഇപ്പറഞ്ഞ 2 തരം കാമനകളും സാധിക്കാനുള്ളതായിരിക്കും എല്ലാ കർമ്മങ്ങളും. ആ അവസ്ഥയിൽ എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ ചെയ്യുന്നു എന്നീ രൂപത്തിൽ രജോ ഗുണം കർമ്മങ്ങൾ വഴി ആത്മാവിനെ ശരീരത്തിനോട് ബന്ധിക്കുന്നു. മനസ്സിലുണ്ടാവുന്ന സകല സംഘർഷങ്ങളുടെയും ഉറവിടവും ഈ 2 വകുപ്പിൽപ്പെട്ടതുമാണ്, തൃഷ്ണയും സംഘവും. കിട്ടിയിട്ടില്ലാത്ത വിഷയത്തിൻ്റെ നേർക്കുള്ള അടക്കാനാവാത്ത കൊതിയാണ് തൃഷ്ണ. അത് നേടുന്നത് വരെ മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കും. ഇനി നേടിക്കഴിഞ്ഞാലോ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, സംഘമുണ്ടാവും. പിന്നീട് നേടിയത് നഷ്ടപ്പെടുത്താതെ നിലനിർത്താനുള്ള പിടച്ചിലാണ് മനസ്സിലുണ്ടാവുക. അങ്ങനെ സമ്പാദിച്ചും നിലനിർത്തിയും നഷ്ടത്തെ ഭയന്നും ഒരു കർമ്മത്തിൽ നിന്നും മറ്റൊരു കർമ്മത്തിലേക്ക് വിശ്രമമില്ലാതെ പരക്കം പായുന്നു നമ്മൾ. വിജയത്തിൻ്റെ സന്തോഷത്തിൽ കുടുങ്ങിയും പരാജയത്തിൻ്റെ വേദനയിലകപ്പെട്ടും സ്വന്തം കർമ്മബന്ധനത്തിൻ്റെ മൂർത്തരൂപങ്ങളായി നമ്മൾ കഴിഞ്ഞുകൂടുന്നു. സത്വഗുണം സുഖസംഗം കൊണ്ടും ജ്ഞാനസംഗം കൊണ്ടും ജീവനെ ബന്ധിക്കുമ്പോൾ രജോ ഗുണം അനന്തമായ കർമ്മസംഗം കൊണ്ടാണ് അതിനെ ബന്ധിക്കുന്നത്. ജീവാത്മാവ് യഥാർത്ഥത്തിൽ കർത്താവല്ലെങ്കിലും രജോ ഗുണം ഞാൻ കർത്താവാണ് എന്ന അഭിമാനം ഉണ്ടാക്കി തീർക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ തമോ ഗുണത്തിൻ്റെ വിവരണമാണ്. 8ാമത്തെ ശ്ലോകം നോക്കാം. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭി തന്നിബധ്നാതി ഭാരത. ഭാരത, ഹേ അർജുന, തമഹ തു തമോ ഗുണമാകട്ടെ അജ്ഞാനജം അജ്ഞാനത്തിൽ നിന്നും ജനിച്ചതാണ്. സർവദേഹിനാം സകല ജീവികൾക്കും മോഹനം ഇതി മോഹമുണ്ടാക്കുന്നത് എന്ന് വിദ്ധി നീ അറിഞ്ഞുകൊള്ളുക. തത് അത്, അതായത് തമോ ഗുണം പ്രമാദ ആലസ്യ നിദ്രാഭി പ്രമാദം, ആലസ്യം, നിദ്ര ഇവ കൊണ്ട് ദേഹിനം നിബധ്നാതി ജീവാത്മാവിനെ നിബന്ധിക്കുന്നു. അല്ലയോ അർജുന, തമോ ഗുണമാവട്ടെ അജ്ഞാനത്തിൽ നിന്നും ഉളവാകുന്നതും സർവദേഹികളെയും മോഹിപ്പിക്കുന്നതും ആണെന്നറിയുക. അത് അവധാനത്വം, അശ്രദ്ധ, ആലസ്യം, നിദ്ര എന്നിവയാൽ ദേഹിയെ ബന്ധിക്കുന്നു. തത്വമറിയാത്തതുകൊണ്ട് ഉണ്ടാകുന്നതാണ് തമോ ഗുണം. അത് എല്ലാ പ്രാണികളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. അജ്ഞാനമാണ് തമോ ഗുണത്തിൻ്റെ ഉദ്ഭവസ്ഥാനം. ജ്ഞാനശക്തിയെ, സത്തിനെയും അസത്തിനെയും വേർതിരിക്കാനുള്ള അറിവ് നഷ്ടപ്പെടുകയാണ് ഇവിടെ. ചെയ്യേണ്ടതിനെ മറന്നുപോവുക, അല്ലെങ്കിൽ അത് തെറ്റായി ചെയ്യുക, ചെയ്യേണ്ട കാര്യത്തിൽ ഉത്സാഹമില്ലാതെ ഇരിക്കുക, പ്രവർത്തനശേഷിയില്ലാതെ കർത്തവ്യം ഉപേക്ഷിച്ച് ഉറങ്ങിക്കളയുക, ഒരറിവുമില്ലാതെ എന്തെങ്കിലും വന്നുകൊള്ളട്ടെ എന്ന് വിചാരിച്ചിരിക്കുക, ഇതൊക്കെയാണ് തമോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങൾ. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് അബദ്ധധാരണകൾ ഉണ്ടാക്കി മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ അധമപ്രകൃതിയോട് ബന്ധിപ്പിക്കുന്നതാണ് തമോ ഗുണം. ജീവിതത്തിൻ്റെ ദിവ്യഭാവങ്ങൾ അറിയാതെ, ഉദ്ദേശസ്ഥിരതയില്ലാതെ, കർമ്മവൈശിഷ്ട്യമില്ലാതെ ഒരുവൻ ജീവിക്കുന്നു. ത്രിഗുണങ്ങൾ ഈ വിധത്തിലെല്ലാമാണ് ജീവാത്മാവിനെ ശരീരത്തോട് ബന്ധിപ്പിക്കുന്നത്. ഹരി ഓം തത്സത്.